ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് NSS. ശബരിമല വിഷയത്തിൽ ജനവികാരം മനസ്സിലാക്കാൻ സർക്കാരിനായി. സർക്കാർ നിലപാട് മാറ്റിയതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നും സുകുമാരൻ നായർ. സ്വർണ്ണക്കൊള്ളക്കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചു. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, അല്പം വൈകിയുള്ള പ്രതികരണം വരുമ്പോൾ NSS ഇപ്പോൾ സർക്കാരിനൊപ്പമെന്ന് അറിയിക്കുകയാണോ? എന്താണ് ആ പ്രശംസയിലെ കൃത്യമായ വാചകങ്ങൾ അഖിൽ? സ്മൃതി, സുകുമാരൻ നായർ നേരത്തെയും പറഞ്ഞിട്ടുള്ള നിലപാടുകൾ അത് ഇന്ന് ചേർന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ആഗോള സംഘം അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കുന്ന നിലപാട് എന്ത് എന്ന് നേരത്തെ തന്നെ സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നതാണ്. അതായത് സർക്കാർ തങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്ന് നൽകി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ പങ്കെടുത്തത്. അതിൽ പങ്കെടുക്കേണ്ടത് ധാർമ്മികത NSSനുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെ നിലപാടിൽ വന്ന മാറ്റം അതാണ് NSS ഈ സർക്കാരിനും ഈ അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കാനുള്ള കാരണം. അതായത് ആഗോള ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യം ബന്ധപ്പെട്ട സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നു. ജനങ്ങൾ ചിന്തിക്കുന്ന എങ്ങനെയെന്ന കാര്യത്തിൽ കൃത്യമായ ബോധം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സർക്കാർ നിലപാട് മാറ്റി. അതുകൊണ്ടാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുകയല്ല, അതിനുശേഷം നടന്ന സ്വർണ്ണക്കൊള്ളയാണല്ലോ വിഷയം. അതിനുശേഷം പ്രതികരിക്കാൻ NSS തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതികരണം പ്രധാനമാകുന്നതും. അതിലുള്ള പ്രതികരണം എന്താണ് അഖിൽ? ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നേരത്തെയും സുകുമാരൻ നായർ ഇത്തരത്തിലൊരു പരാമർശം സംസാരിച്ച സമയത്ത് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ അയ്യപ്പ സംഗമത്തിൽ ഈ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അന്വേഷണം കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് NSS അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെങ്കിലാണ് അതിൽ പ്രതികരിക്കേണ്ടത് എന്നൊരു നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് സുകുമാരൻ നായർ ചേരുന്നത്. ഒപ്പം തന്നെ ഈ ചില കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSSനെ വിമർശിക്കാനോ അല്ലെങ്കിൽ NSSന്റെ നിലപാടുകളെ ദുർവ്യാഖ്യാനിക്കാനോ ശ്രമിക്കുന്നുണ്ട്. അത്തരം നിലപാടുകൾ വിലപ്പോകില്ല എന്ന കാര്യം കൂടി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ അഖില കേരള, അതായത് മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിലാണ്. അതിനേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പ്രതിനിധികൾക്കിടയിലേക്ക് കൃത്യമായി NSSന്റെ നിലപാട് എന്താണെന്നും ഇത്തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ നിലപാടിൽ ഏത് രീതിയിൽ NSS മുന്നോട്ട് പോകുന്നു എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ സമദൂരം തന്നെയാണ് NSS നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. NSSന് ഒരു രാഷ്ട്രീയ നിലപാടില്ല, പക്ഷേ NSSൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം വേണമെങ്കിൽ നിലകൊള്ളാം. അതാണ് NSSന്റെ സമദൂര നിലപാട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന കൂടി കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയമായി NSSന്റെ നിലപാടുകളെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം നിലപാടുകളെ NSS തള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ വിഷയത്തിൽ ഒരു പ്രധാനമായി അല്ലെങ്കിൽ പുതിയ ഒരു കാര്യമായി സുകുമാരൻ നായർ പറയുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ NSSുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രതികരണം അത് അന്വേഷണം നല്ല രീതിയിൽ പോകാത്ത ഘട്ടത്തിൽ അന്വേഷണം മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചു പോകുമ്പോൾ ആ ഘട്ടത്തിൽ ആണ് NSS അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇടപെടേണ്ടത് എന്നൊരു നിലപാടാണ്. ആ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. സ്മൃതി, സർക്കാരിന് വീണ്ടും NSS പ്രശംസ എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരിക്കുന്നു എന്നതിനപ്പുറം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനമാകുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നൽകിയിരിക്കുന്നത്.